നമ്മെ വീണ്ടെടുക്കുവാനായി തൻ്റെ ശരീരം മുറിച്ച് നമുക്ക് നൽകുകയും അതിലൂടെ നിത്യജീവൻ്റെ അനുഭവത്തിലേക്ക് നമ്മെ വഴി നടത്തുകയും ചെയ്ത നമ്മുടെ രക്ഷകനും വീണ്ടെടുപ്പുകാരനുമായ യേശു കർത്താവിൻ്റെ പരിപാവനമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. യേശു ക്രിസ്തു കാൽവരി ക്രൂശിൽ അനുഭവിച്ച പങ്കപ്പാടുകളുടെയും അവൻ അനുഭവിക്കേണ്ടി വന്ന ആഴമായ വേദനകളെയും ആഴമായി ധ്യാനിക്കുകയും അതിനോട് ഏകീഭവിപ്പാൻ നമ്മെ തന്നെ ഒരുക്കുവാൻ ശ്രമിക്കുകയും ചെയ്യുന്ന അനുഗ്രഹീതമായ വലിയ നോമ്പിൻ്റെ ദിനങ്ങളിലൂടെയാണ് നാം കടന്നു പോകുക. ഇന്ന് വലിയ നോമ്പിലെ 34-ാമത്തെ ദിനം. ഇന്ന് നാം ഒരുമിച്ച് ധ്യാനിക്കുവാനായി തിരഞ്ഞെടുത്തിരിക്കുന്ന വിഷയം ദാവീദ് പുത്ര എന്നോട് കരുണ തോന്നണമേ എന്നുള്ളതാണ്. അതിന് ആധാരമായി വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം 10-ാം അധ്യായം അതിൻ്റെ 46 മുതൽ 50 വരെയുള്ള വാക്യങ്ങൾ. അതിലെ 48-ാമത്തെ വാക്യം, മിണ്ടാതിരിപ്പാൻ പലരും അവനെ ശാസിച്ചിട്ടും ദാവീദ് പുത്ര എന്നോട് കരുണ തോന്നണമേ എന്ന് അവൻ ഏറ്റവും അധികം നിലവിളിച്ചു. ദാവീദ് പുത്ര എന്നോട് കരുണ തോന്നണമേ. നാം ഇവിടെ കാണുന്നത് കുരുടനായ ഒരു മനുഷ്യൻ തൻ്റെ ജീവിതത്തിൻ്റെ ഏറെ വേദനകളുടെ കാഴ്ചയില്ലായ്മയുടെ മധ്യേ ക്രിസ്തുവിൽ അഭയം പ്രാപിക്കുന്നതായ അനുഭവത്തിലാണ്. പിറവിയിലെ ലോകത്തിൻ്റെ നന്മയും സൗന്ദര്യവും കണ്ട് ആസ്വദിപ്പാൻ കഴിയാതെ പോയ ഒരു മനുഷ്യൻ. അവൻ്റെ വേദനകൾ പലപ്പോഴും നമുക്ക് വർണ്ണിക്കാവുന്നതിൽ അധികമായിരുന്നു. അവന് കാഴ്ചയുണ്ടായിരുന്നില്ല, എന്നാൽ അവൻ ദൈവത്തോട് അപേക്ഷിക്കുകയാണ്, എന്നോട് കരുണയുണ്ടാകണമേ. പ്രിയ ദൈവജനമേ, കാഴ്ച എന്ന് പറയുന്ന അനുഗ്രഹീതമായ അനുഗ്രഹം ദൈവം നമ്മിൽ പലർക്കും നൽകിയിട്ടുണ്ട്. എന്നാൽ നാം ഇന്ന് കാണുന്ന കാഴ്ചകൾ പലതും ക്രിസ്തു കണ്ടതുപോലെയാണോ എന്ന് നാം നമ്മെ തന്നെ ഈ നോമ്പിൻ്റെ ദിനങ്ങളിൽ ധ്യാനിക്കേണ്ടത് അത്യാവശ്യമത്രേ. പലപ്പോഴും കാണേണ്ട പലതിനെയും നാം കണ്ടിട്ടും കാണാതെ പോകുന്നുണ്ട്. കാണരുതാത്ത പലതും നാം ഏറെ പരിശ്രമിച്ച് കാണാൻ ശ്രമിക്കുന്നുമുണ്ട്. അതിൻ്റെ മധ്യയാണ് യഥാർത്ഥമായ കാഴ്ചയുടെ അനുഭവത്തിലേക്ക് നാം കടന്നു വരേണ്ട ആവശ്യകത ഈ മനുഷ്യനിലൂടെ നമ്മെ ഓർമ്മിപ്പിക്കുക. നാം ഇവിടെ കാണുന്നുണ്ട്, ഈ മനുഷ്യന് കർത്താവിൻ്റെ അടുത്ത് നിന്ന് സൗഖ്യം പ്രാപിക്കാതിരിപ്പാൻ അവനെ തടയുന്ന ഒരു പുരുഷാരത്തെ, ജനസഞ്ചയത്തെ നാം കാണുന്നുണ്ട്. അവൻ വളരെ ശക്തിയോടെ ക്രിസ്തുവിനെ വിളിച്ചപേക്ഷിക്കുന്നുണ്ട്, ദാവീദ് പുത്ര യേശുവേ എന്നോട് കരുണ തോന്നണമേ എന്ന്. എന്നാൽ യേശുവിനോടുകൂടെ സഞ്ചരിച്ച ജനസഞ്ചയം അവനെ ശാസിക്കുവാനായിട്ടാണ് ശ്രമിക്കുക. നീ വെറുതെ കിടന്ന് നിലവിളിച്ചിട്ട് കാര്യമില്ല. ക്രിസ്തുവിന് ചുറ്റും അനേക ആളുകളുണ്ട്, അനേക ശബ്ദങ്ങളുടെ നടുവിലാണവൻ. നിന്റെ ശബ്ദം ഈ ശബ്ദമുഖരിതമായ പശ്ചാത്തലത്തിൽ അലിഞ്ഞലിഞ്ഞ് ഇല്ലാതെയായി പോകും. ഈ ശബ്ദമുഖരിതമായ പശ്ചാത്തലത്തിൽ നീ എത്ര ഉച്ചത്തിൽ നിലവിളിച്ചാലും അത് ക്രിസ്തു കേൾപ്പാൻ ഒട്ടും സാധ്യതയില്ല എന്ന് കണ്ടാകാം അവനെ ശാസിച്ചത്. എന്നാൽ അവൻ്റെ ദൈന്യത നിറഞ്ഞ ശബ്ദം ആ വലിയ പുരുഷാരത്തിൻ്റെ മധ്യേ നിന്ന് യേശു ശ്രദ്ധിക്കുന്നുണ്ട്. വേദപുസ്തകത്തിൽ അല്ലെങ്കിൽ സുവിശേഷത്തിൽ നാം ശ്രദ്ധിച്ച് കാണേണ്ട, മനസ്സിലാക്കേണ്ട ഒന്നാണിത്. ഞാൻ എത്ര ഫീബിളായാലും ഉള്ളിൻ്റെ ഉള്ളിൽ നിന്നുള്ള എൻ്റെ കരച്ചിലെ ശ്രദ്ധിക്കുന്ന ഒരു ദൈവം തമ്പുരാനുണ്ട്. എൻ്റെ നിലവിളിയെ കേൾക്കുന്ന ഒരു ദൈവം തമ്പുരാനുണ്ട്. കേവലം ഒരു കേൾവിക്കാരനായി മാത്രം ക്രിസ്തു അവിടെ കടന്നു പോകുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ആ വഴിയരികെ ഒരു ഭിക്ഷക്കാരനായി ഇരുന്ന കുരുടനായ മനുഷ്യൻ, അവൻ്റെ ശബ്ദത്തിന് ആ സമൂഹത്തിൽ ആരും അധികം വില കൽപ്പിച്ചിരുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കാരണം അവൻ്റെ ശബ്ദം പലപ്പോഴും അത് കേൾവിക്കാരിൽ നിന്ന്
എന്തൊക്കെയോ ആഹരിക്കുവാൻ വാങ്ങുവാൻ വേണ്ടിയുള്ള യാചനയും അഭ്യർത്ഥനയും മാത്രമായിരുന്നതുകൊണ്ട് ആ ശബ്ദം കേൾക്കുന്ന പലരും അതിനോട് പ്രതികരിച്ചില്ല. പലർക്കും അത് അലോസരമായി മാറിയിട്ടുണ്ട്. എന്നാൽ മറ്റുള്ളവർ ഒട്ടും വില കൽപ്പിക്കാത്ത ആ ഭിക്ഷക്കാരനായ ആ മനുഷ്യൻ്റെ ശബ്ദം എൻ്റെ യേശു തമ്പുരാൻ്റെ കാതിൽ വീണപ്പോൾ അതിന് വില കൽപ്പിക്കുന്ന തമ്പുരാനെ നമുക്ക് കാണുവാനായി സാധ്യമായി തീരും. ഏറ്റവും ദൈന്യം നിറഞ്ഞ ഏറ്റവും ഫീബിളായുള്ള അവൻ്റെ ശബ്ദത്തിന് വില കൽപ്പിച്ച് അവൻ്റെ അടുത്തേക്ക് കടന്നു വരുവാൻ, അവനോട് കരുണ കാണിപ്പാൻ മനസ്സലിയുന്ന ഒരു ദൈവത്തെ നമുക്ക് കാണുവാനായി സാധിക്കും. നിലവിളിയുടെ മുൻപിൽ നിൽക്കുന്നതായൊരു ദൈവം, നിലവിളിയുടെ മുൻപിൽ കാതുകൂർപ്പിക്കുന്നൊരു ദൈവം, നിലവിളിക്കുന്നവനോട് അനുകമ്പ കാണിക്കുകയും അവനോട് പക്ഷം പിടിക്കുവാൻ ശ്രമിക്കുകയും ചെയ്യുന്ന ദൈവം അവൻ്റെ നിലവിളിയുടെ മുൻപിൽ നിന്നു എന്ന് നാം വായിക്കുന്നുണ്ട്. പിന്നെ പുരുഷാരം അവനോട് പറയുന്ന വാക്കാണ് ധൈര്യപ്പെടുക. കുറച്ച് നിമിഷങ്ങൾക്ക് മുൻപ് മിണ്ടാതെ ഇരിപ്പാൻ അവനെ ശാസിച്ചവർ ധൈര്യപ്പെടുക, എഴുന്നേൽക്കുക, ഗുരു നിന്നെ വിളിക്കുന്നുണ്ട് എന്നാണ് പറയുക. കാരണം കേൾക്കേണ്ടവൻ നിന്റെ ശബ്ദം കേട്ടിട്ടുണ്ട്. അവൻ കേട്ടിരിക്കുക മാത്രമല്ല, നിന്റെ ശബ്ദത്തോട് പ്രതികരിക്കുകയും ചെയ്യുന്നുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം. പിന്നെ നാം കാണുന്നത് ഒരു വലിയ ഉയർത്തെഴുന്നേൽപ്പാണ്. അവിടെ ആ വഴിത്തലയ്ക്കിൽ തൻ്റെ ജീവിതം ഒതുക്കിക്കൂടിയിരുന്ന മനുഷ്യൻ തൻ്റെ പുതപ്പ് വിട്ടുകളഞ്ഞ് ചാടി എഴുന്നേൽക്കുകയാണ്. തനിക്ക് ഇന്നുവരെ അഭയമായി ഉണ്ടായിരുന്ന പുതപ്പ്, തനിക്കിന്നുവരെ തൻ്റെ അന്നത്തിന് വഴിയൊരുക്കിയിരുന്ന പുതപ്പ്, തനിക്കിന്നുവരെ തണുപ്പിൽ നിന്നും മറ്റും രക്ഷ നൽകിയ പുതപ്പിനെ അവൻ വിട്ടുകളഞ്ഞ് എഴുന്നേൽക്കുകയാണ്. ഇനി എനിക്ക് ഇതിൻ്റെ ആവശ്യമില്ല. കാരണം എൻ്റെ പ്രാർത്ഥന കേൾക്കേണ്ടുന്നവൻ, എൻ്റെ ശബ്ദം കേൾക്കേണ്ടുന്നവൻ എൻ്റെ ശബ്ദം കേട്ട് നിന്ന് എന്നെ വിളിക്കുന്നുണ്ട്. അവൻ്റെ അടുത്തേക്ക് ഓടുവാൻ വെമ്പൽ കൊള്ളുന്ന ഒരു മനുഷ്യനെയാണ് നാം അവിടെ കാണുവാനായി സാധിക്കുക. അവൻ്റെ വിശ്വാസം, അവൻ്റെ പ്രാർത്ഥന കേട്ട് ദൈവം തമ്പുരാൻ അവനോട് ഇടപെടുകയാണ്. നീ എന്ത് ആഗ്രഹിക്കുന്നുവെന്ന ചോദ്യം അഭിമുഖീകരിക്കേണ്ടി വരുന്നുണ്ട് ആ മനുഷ്യൻ. അവിടെ അവൻ പറയുന്നുണ്ട്, റബൂനി, എനിക്ക് കാഴ്ച പ്രാപിക്കണം, എൻ്റെ കണ്ണ് തുറക്കണം, എനിക്ക് നിന്നെ കാണണം. എല്ലാവരും എൻ്റെ ശബ്ദത്തോട് പ്രതികരിക്കാതെ മാറി നിന്നപ്പോൾ എൻ്റെ ദൈന്യത നിറഞ്ഞ ശബ്ദത്തിൻ്റെ മേൽ പ്രതികരിച്ച കർത്താവ് നീയാണ്. എന്നെ കരുണയോടെ ചേർത്തു പിടിച്ച കർത്താവ് നീയാണ്. നിന്നെ കാണുന്നതല്ലാതെ മറ്റെന്താണ് എൻ്റെ ജീവിതത്തിന് വിലയുള്ളത് എന്ന വലിയ ഒരു തിരിച്ചറിവിലേക്ക് അവൻ എത്തിച്ചേരുകയാണ്. പ്രിയ ദൈവജനമേ, നാം ഈ നോമ്പിൻ്റെ അനുഭവങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ഈ ദൈവത്തിൻ്റെ അടുത്തേക്ക് ചേർന്നിൽപ്പാൻ നമുക്കിടയായി തീരണം. നമ്മുടെ കണ്ണുകൾ ക്രിസ്തുവിനെ കൺകുളിർക്കെ കാണുവാനായി ഒരുക്കമുള്ളതായി തീരണം. ദാവീദ് പുത്ര, എന്നോട് കരുണ തോന്നണമേ എന്ന ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് നാം പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ഏറ്റവും ദൈന്യം നിറഞ്ഞ ശബ്ദങ്ങൾ കേൾക്കുന്ന ഒരു ദൈവമുണ്ടെന്നും അതിനോട് പ്രതികരിക്കുന്ന ഒരു ദൈവമുണ്ടെന്നും കരുണയോടെ നമ്മെ ചേർത്ത് നിർത്തുന്ന ഒരു കർത്താവ് ഉണ്ടെന്നുമെന്ന തിരിച്ചറിവ് ജീവിതത്തിലുണ്ടാകുകയും ആ ദൈവത്തോട് പറ്റി നിൽപ്പാൻ നമ്മെ തന്നെ ഒരുക്കുകയും ചെയ്യാം. ഈ നോമ്പ് ദിനങ്ങൾ അതിലേക്ക് നമ്മുടെ ജീവിതത്തെ ക്രമീകരിപ്പാൻ തക്കോണം നമുക്ക് ഇടയായി തരണം. ദാവീദ് പുത്ര, എന്നോട് കരുണ തോന്നണമേ. ആമേൻ.